ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ കാർത്തി ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെത്താൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. കുഞ്ഞുണ്ണിയുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നടക്കണ കാര്യമല്ല. എന്നാലും നോക്കി പറ്റിയില്ല. അതാണ്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെയറൊന്നും കിട്ടിയില്ല കേട്ടോ ഇരിക്കാൻ. സൈഡിൽ നിൽക്കുകയായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 108 കുട്ടികളാണ് LKG ഉണ്ടായിരുന്നത്. UKG-കാർക്കും അന്ന് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. നല്ല ബഹളമയം തന്നെയായിരുന്നു കേട്ടോ. കുട്ടികളുടെ കരച്ചിലും ചിരിയും ബഹളവും നല്ല രസമായിരുന്നു എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ തെളിയിച്ചുകൊണ്ടാണ് പ്രോഗ്രാം ആരംഭിച്ചത്. അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ആദ്യം പറയട്ടെ, നമ്മുടെ സെന്റ് തോമസ് CUP സ്കൂള് ഈ അരിമ്പൂർ ദേശത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന വിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്തിയതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ കൈയടിച്ചു നന്നായിട്ട്. കുഞ്ഞുങ്ങളുടെ പാട്ടും ഡാൻസും പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കളിച്ച് രസിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛയും അമ്മയൊക്കെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വിഷമിക്കാനൊന്നുമില്ലല്ലോ. ഇനി നാളെ തുടങ്ങിയിട്ട് എങ്ങനെയാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കുട്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. കലാഭമണിയുടെ നല്ലൊരു നാടൻപാട്ടായിരുന്നു. കാർത്തിയും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വളരെ സന്തോഷത്തിലാണ് ആള്. ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ച് നിർത്തിയേക്കണതാണ് കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് അവന് മനസ്സിലായിട്ടില്ല. തൊപ്പി ഞാൻ നിർബന്ധിച്ച് വെച്ചേക്കാണ് കേട്ടോ. അത് ഏത് നേരം ഊരിക്കളയായിരുന്നു. ചൂടെടുത്തിട്ടാവും. ഫോട്ടോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കണതാണ്. അത് ഊരുന്നുണ്ട് കേട്ടോ. അത് ഊരിയപ്പോൾ അവൻ്റെ മുഖത്തെ ചിരി കണ്ടു. ആശ്വാസമായി അവന്. പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുകയാണ് കേട്ടോ. മുകളിലാണ് അവരുടെ ക്ലാസ് വരുന്നത്. അച്ഛയുടെ കൈ പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ കുട്ടികളും ഉണ്ട്. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയാണ് ആ കുഞ്ഞു മുഖങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അച്ഛയുടെ കൈ പിടിച്ചിട്ട് തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ഇത് ടിൻ ബേബീസാണ് കേട്ടോ. നമ്മുടെ തൊട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ടീച്ചർ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാളിവിടെ കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റ് വാങ്ങാൻ വെയിറ്റിങ്ങിലാണ്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. തനിച്ചാണ് കേട്ടോ ഈ ബെഞ്ചിലിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തു. പേരൊക്കെ ചോദിച്ചു. ബാക്കിയുള്ള കുട്ടികൾക്കും ഗിഫ്റ്റൊക്കെ കൈമാറി. ടീച്ചർ നല്ല സ്മാർട്ടാണ് കേട്ടോ. ഇവിടെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി തുടങ്ങി. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. കളിപ്പാട്ടായിട്ട് വീട്ടിൽ വാങ്ങിച്ച് കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫുൾ ക്ലാസ് ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാടാണ് ഈ കാണുന്നത്. ശരിക്കും നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നേ ഇല്ല. എത്ര ശ്രമിച്ചിട്ടാണെന്നറിയാം. അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ കുട്ടികളും കയറി വരും. നല്ല രസമായിരുന്നു. ഉണ്ണി നല്ല ഉറക്കത്തിലായിരുന്നു. അവനാണെങ്കിൽ അവിടെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഓരോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ബട്ടർഫ്ലൈ വേണം, കുതിര വേണം, അവിടുത്തെ ഓരോ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ചെയ്യുന്നുണ്ട്. ബലൂൺ വേണം, എല്ലാം വേണമെന്നും പറഞ്ഞിട്ട് ഓരോന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ കൂടി എടുക്കാമെന്ന് വെച്ച് അതിനുള്ളിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷെ നിൽക്കുന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ സ്റ്റിക്കർ പറിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബലൂൺ എടുക്കാൻ പറ്റുമോ, സ്റ്റിക്കർ കിട്ടുമോ. അതിൻ്റെ ഇടയിൽ വേറെ കുട്ടികളും കൂടി കയറി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കിട്ടുന്നൊന്നുമില്ല. എന്നാലും നിർത്തി നോക്കി. കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൊരു പ്രായമല്ലല്ലോ. എപ്പോഴും പെരുകിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞതാ ഒരു കുഞ്ഞു പാർക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കളിയാണ്. കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നല്ല ഇഷ്ടമായി. കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതേ ഒറ്റയ്ക്ക് കറങ്ങുന്നുണ്ട്. അവിടുന്ന് ഓടി ഊഞ്ഞാലിൽ കയറി വേറെ കുട്ടികളും നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. 2 ഊഞ്ഞാലല്ലേ ഉള്ളൂ. മാറിയൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെ പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി കാർത്തിയുടെ ടീച്ചറിനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. ലിജി എന്നാണ് കേട്ടോ ടീച്ചറിൻ്റെ പേര്.
നാളെ മുതൽ ചെയ്തു വിടേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി. സ്കൂൾ മിസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് കാർത്തിനെ വിളിച്ചപ്പോൾ വന്നില്ല. സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ ആള്. നാളെ മുതൽ എന്താണെന്ന് കണ്ടറിയാം. ഇതാണ് കേട്ടോ കാർത്തിയുടെ സ്കൂള്.